ഹലോ ഗേസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കാപ്പാട് ബീച്ചിലാണ്. വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലമാണിത്. ചരിത്രപ്രധാനമായ സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ നമ്മളെ കാലിക്കറ്റ് ബീച്ചിനെ പോലെ ഓവർ റഷായുള്ളൊരു ബീച്ചല്ല. നല്ലൊരു വൈബായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള പാർക്കുണ്ട്, അതേപോലെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട്. പിന്നെ ബീച്ചിലേക്ക് വേണമെങ്കിൽ ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവർക്കും. പിന്നെ ഫോട്ടോഷൂട്ടിനെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അങ്ങനെ സംഭവങ്ങളൊക്കെ വന്നിട്ട് എടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ നല്ലൊരു ക്ലൈമറ്റാണ്. എന്താ പറയുക, നല്ലൊരു കൂടുതൽ വെയിലും കാര്യങ്ങളൊന്നുമില്ല. അവിടെ വന്ന് ഇരിക്കുകയൊക്കെ ആണെങ്കിൽ. പിന്നെ ഇവിടെ തൊട്ടടുത്ത് കടകളുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അതിനുള്ള സൗകര്യമുണ്ട്. പാർക്കിംഗ് ഉണ്ട്. പിന്നെന്താ പറയുക, മെയിനായിട്ട് ബീച്ചിലേക്കുള്ള നമുക്ക് കടൽപ്പാലം പോലത്തെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഇറങ്ങി ചെല്ലാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ പോകാത്ത ആൾക്കാരൊന്ന് പോയിട്ട് കാണുക, ഒന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ അത്രയും നല്ലൊരു ഇതാണ്, അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അതിന് കൂടുതൽ കാഴ്ചകളൊക്കെ ഒന്ന് കാണുന്നത്. പിന്നെ സൺഡേ ഒക്കെ അത്യാവശ്യം തിരക്കുള്ളൊരു ടൈമാണ്. സൺഡേയിലൊക്കെ കൂടുതലും തിരക്കുണ്ടാവും. നമ്മളെ ഇവിടുത്തെ പോലെ അത്ര തിരക്കുണ്ടാവില്ല, കാലിക്കറ്റ് ബീച്ച് പോലെ. അപ്പോൾ ഇവിടുത്തെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു മെയിനായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് മെയിനായിട്ട്. അതായത് ബീച്ച് സൈഡ് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല ഫോട്ടോസൊക്കെ നോക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടുത്തെ ഏരിയ. അപ്പോൾ എവിടെ പോയി നിന്ന് കഴിഞ്ഞാലും കാണാൻ പറ്റും, നീറ്റ് ആൻഡ് ക്ലീനാണ്. അത് അത്രയും നല്ല രീതിയിൽ തന്നെ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുത്തെ പിന്നെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഫോട്ടോയിൽ ഇറങ്ങുന്ന ഗൈഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങണം, ശ്രദ്ധിക്കണം. ആ ഒരു ഇത് നമ്മളെ നോക്കി വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. തിരമാല വന്നിട്ട് നല്ല രസമാണ് എന്തായാലും കാണാൻ. നല്ല തിരമാല ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ലൈറ്റാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ നടക്കുകയാണ്. അപ്പോൾ കാണാൻ ബീച്ചിലിറങ്ങിയിട്ട് നടക്കുകയാണ്. അപ്പോൾ അപ്പോൾ ഇവിടുത്തെ പൂലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ് മെയിനായിട്ട്. നല്ല പച്ചപ്പ് വിരിച്ച സ്ഥലമാണ്. അവിടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഫോട്ടോസ് അതേപോലെ വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല കൂടുതലും വലിയ ഫോട്ടോഗ്രാഫി അങ്ങനെ ആൾക്കാരാണ് ഇവിടെ കൂടുതൽ വരുന്നത്. ഇതിന് നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളുണ്ട്.